കുട്ടിയെ വരുന്നോ പച്ച. അഹങ്കാരി എവിടെ? എന്റെ സൽപുത്രൻ വിളിക്കണം. എന്തിനാ നീ പള്ളി വന്ന് അലമുണ്ടാക്കാനോ? ഊരത്തെ കെട്ട കഴിവടാ മോൻ. അവന്റെ അതേ അഹങ്കാരവും മോറ്റായ അവന്റെ വണ്ടിക്കും. കാശുണ്ടാക്കുന്ന അപ്പൻ ദാണ്ട കിടക്കുന്നു, അത് തിന്നു പിടിക്കാനുള്ള മകൻ ദാണ്ട കിടക്കുന്നു. ഓലക്കുട്ടി, ഓലക്കുട്ടി, അവൻ ചെല്ലുമോളെ, അവന്റെ ക്ഷേമം അന്വേഷിച്ചിട്ട് വാ. ഉള്ള കഴിവറടാ മോൻ. ഇതാ മുതലാളി. ഇനിങ്ങന്നില്ലല്ലോടാ. ഇനി മിനിക്കാ പൊട്ടിപ്പോ മുതലാളി. താഴെടാ. എന്താ അപ്പൻ എന്നെ വിളിച്ചോടി. എന്റെ കാരണം വല്ല കുറ്റം പറഞ്ഞാണല്ലയോ? ഇന്നലെ ഞാൻ എപ്പോഴാ വന്നേ? ഇച്ചിരി ഓറായിരുന്നു. അവൻ ഇന്നലെ കുടിച്ചു കുഞ്ചി ഒടിഞ്ഞാ വന്നതല്ലയോ? അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. മുടിക്കട്ടെ, ഈ തലമുറ കൂടല്ലേ തിന്നു. നീ വിഷമിക്കാൻ പറഞ്ഞല്ല, നിന്റെ കുറ്റമല്ല, അവന്റെ കുറ്റമല്ല. ഇവിടം വരെയൊക്കെ വരാൻ ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെയൊക്കെ അപ്പച്ചൻ എന്തിനാ ഇതൊക്കെ ഇപ്പോ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എനിക്കെന്റെ കുഞ്ഞ്. പൊയ്ക്കോ, അപ്പോഴും പള്ളിയോഗം കഴിഞ്ഞു വരാം. ഈ നാട്ടിൽ താമസിക്കുന്നവരിൽ 70% ക്രിസ്ത്യാനികളാ. എന്നിട്ടോ നമ്മുടെ MLA ഹിന്ദു, പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദു, തഹസിൽദാർ ഹിന്ദു. നമ്മുടെ ആൾക്കാർക്ക് എന്തോ ഉണ്ട്? കുറച്ച് റബ്ബറും തേങ്ങയും മാത്രം. പിന്നെ ഉണ്ടെന്ന് പറയാൻ നമ്മുടെ റെപ്പായിച്ചന്റെ വക ഒരു കോളേജ്. അതുള്ളതും ഇല്ലാത്ത കണക്കാ. പിന്നെ റെപ്പായിച്ചന്റെ തന്നെ ഒരു ആശുപത്രി. പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മളിങ്ങനെ പിന്നോക്കം നിന്നാൽ ശരിയാവത്തില്ല. പൊതുക്കാര്യങ്ങളെല്ലാം ഹിന്ദുക്കളുടെ കയ്യിലാ. ഇതിനൊരു മാറ്റം വരണം. ഇനി ഈ നാട്ടിൽ നടക്കുന്ന പൊതുക്കാര്യങ്ങളെല്ലാം നമുക്കും പങ്കുണ്ടാവണം. അതിനൊരു തുടക്കമെന്ന നിലയ്ക്ക് ഇത്തവണത്തെ വള്ളംകളി മത്സരത്തില് നമ്മുടെ ആൾക്കാർ കൂടി പങ്കെടുക്കണം. അച്ഛൻ പറയുന്ന 100% ഞാൻ പിന്നാകുന്നു. പള്ളിക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, കുറച്ച് ചെലവാക്കാം. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി കണക്കാക്കണം. എങ്ങോട്ടോ? മൂത്രമൊഴിക്കാൻ. സ്റ്റഡി ടൈമിലാണ് മൂത്രമൊഴിക്കാൻ പോകുന്നത്. പോയിക്കോ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. എന്നെ പോലെ എന്റെ അയൽക്കാരനെയും സ്നേഹിക്കാനുള്ള ശക്തി നീ നൽകണമേ. എന്നെയും എന്റെ കൂടെ ഹോസ്റ്റലിലുള്ളവരെല്ലാം നേർവഴിക്ക് നയിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാമായ ഹോസ്റ്റൽ വാർഡനച്ചന് യാതൊരു ആപത്തും വരുത്തരുതേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. However, the same stone in our hand while standing on the first floor has high energy. When we release the stone, it lands on the ground, releasing its energy. When an electron comes from an outer orbit closer to the center, it releases energy.
എടാ അളിയ പാലുണ്ണി, പ്രാർത്ഥന കഴിഞ്ഞ? സ്റ്റഡി ടൈമിലാണോ ഇസ്തിരി ഇടുന്നത്? ചോദിച്ചു കേട്ടില്ലേ? അച്ഛോ, ഇത് അച്ഛന്റെ ലോഹയാ. അയെ കിടക്കുന്നുണ്ടപ്പോ വേഗം ഇസ്തിരി ഇട്ടിട്ട് പഠിക്കട്ടാ. എങ്ങനെയുണ്ടോ കുട്ടികള്? ആ ആരാണ് അവിടെ ചിരിക്കുന്നത്? നിന്നെ നിന്നൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാണ് ചിരിച്ചത്? ഞാൻ ഫിസിക്സിൽ ഒരു തമാശ വായിച്ച് അറിയാതെ ചിരിച്ചു പോയത്. തമാശ? ആ, ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്നും ഈ ജന്മത്തെ നന്നാവില്ല കേട്ടോ. താങ്ക് യു ഫാദർ. ഇന്ന് പഠിക്കാം. കള്ളപ്പിള്ളര് അയ്യ, കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചോ. വാർഡൻ ചുണ്ടലി ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോളൂ. ശരിയാ? ഗുഡ് മോർണിംഗ് സർ. എയർ കണ്ടീഷനിങ്ങുള്ള മുറി വേണം. അഡ്രസ് തീ മത്തായി, ഷീർവാണി, മധുര. ഇവിടെ. അഡ്വാൻസ്. അഡ്വാൻസ്? ഇയാൾ ഇവിടെ പുതിയതാണല്ലയോ? ഫോണല്ലയോ ഇരിക്കുന്നത്? വിളിച്ചു ചോദിക്കേ. 3477 കൊച്ചു മുതലാളിയെയോ വലിയ മുതലാളിയോ വിളിച്ചു ചോദിക്ക്. തട്ടേല് മത്തായിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിക്കണമെന്ന്. എന്നാ തന്തയും മോനും എനിക്കും പലതിനും അഡ്വാൻസ് തരേണ്ടി വരുമെന്ന് പറഞ്ഞേരെ. സോറി സർ. അച്ചായനുണ്ട്. ആരാ മോളിക്കുട്ടി? അപ്പച്ചനെ കാണാമെന്ന് ആരേണ്ട. അപ്പച്ചൻ പള്ളി പോയിരിക്കും. എപ്പോ വരും? അല്ല, എനിക്ക് ഇത്തിരി തിടുക്കുണ്ടായിരുന്നു. മോളിക്കുട്ടി, അച്ചായൻ കാണണ്ട. ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാം. ഞാൻ ഇറങ്ങുവാ. ഉച്ചയ്ക്കുണ്ണാനുണ്ടാവോ? അതോ ഇന്നലത്തെ കോലത്തിലാവോ വരവ്? ചെലവാക്കാനല്ലടി, കളിയല്ലേ. ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. അല്ലേ തന്നെ ഒരുപാടില്ലേ? അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എടാ മുടിഞ്ഞോനെ, രാവിലെ തന്നെ പെൺകൊച്ചിന് കുറ്റം പറയാതട. നോക്കിയ ഡോക്ടർമാരൊക്കെ നിനക്കാ കുഴപ്പമെന്നല്ലേ പറഞ്ഞത്? അമ്മച്ചി, ഞാനൊരു തമാശ പറഞ്ഞതല്ലയോ. എങ്ങോട്ടാടാ? പള്ളിയിൽ പോക്കൊന്നും. പിന്നെ ഞാൻ പോവാ. ഉച്ചകുർബാന കഴിഞ്ഞിട്ട് വേണം മില്ലി പോവാൻ. പാടി. ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥത്തിലെ അമ്മച്ചി എടുത്തത്. ഒരു കാര്യം ശരിയാ, വലിയ മിറാക്കളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളൊന്നൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് വെച്ച് നീ ചെറുപ്പമാണ്, മറ്റൊരു വിവാഹം കഴിക്കുന്നൊക്കെ പറയാൻ മാത്രം മഹാനല്ല ഞാൻ. നീ പോയാലും നിന്നെ ഞാൻ വിടുകല. എനിക്ക് നിന്നെ വേണം. രാവിലെ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ? അയ്യോ അപ്പച്ചൻ, പാപ്പി പാപ്പി, എന്തോ വന്ന കഴിവാണ്. അപ്പം വരുന്നുണ്ട്. എറ വണ്ടി. ഇറങ്ങണ പാപ്പി കഴിവാണോ മോൻ? എന്തിനാ ഇറങ്ങണ തന്തയ്ക്ക് പുറക്കാട്ടോനെ. എങ്ങോട്ടാ രാവിലെ? ഇത് കാട്ടിൽ എടുക്ക് കൊടുപ്പ്. ആഴ്ചയിൽ 6 ദിവസം അറക്കപ്പൊടിക്കകത്തും തേരപ്പൊടിക്കകത്തും കിടന്ന് ഉരുളുന്ന എനിക്ക്
7ാമതൊരു ദിവസം 250 രൂപ ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലയോ? 250 രൂപ ഉണ്ടായത്, 2500 രൂപ കാണുമായിരിക്കും. 2500 രൂപ ഉണ്ടായത്, ഇത് 10000 രൂപ ഉണ്ട്. അയ്യോ അപ്പച്ച, ഇത് മുഴുവൻ എനിക്ക് ചെലവാക്കാനല്ല. മലപ്പുറത്ത് നിന്ന് 3 കൂപ്പ് തടി വന്നു, നിലമ്പൂരിൽ നിന്ന് 4 കൂപ്പ് തടി വന്നു. ലോഡിംഗ് അൺലോഡിംഗ്, കയറ്റുകൂലി കയറ്റിറക്കുകൂലി, അട്ടി മറി. ആരാണ്? ആർക്കറിയാം? ആരായാലും ദീർഘായുഷ്മാനായിരിക്കട്ടെ. നല്ല നേരത്തെ വന്ന് കയറിയത്. എവിടെ? ഞാൻ ഡ്രാഫ്റ്റ് അയച്ചിരുന്നല്ലോ, കിട്ടിയില്ലേ? കിട്ടി. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു. യാത്തോട്ട് വാ. മുതലാളി, പിഴച്ചുണ്ടായ കൊച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് 3-4 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട്. 3-5? 15 ഇല്ലൂടാ? ആ, കണക്ക് പറയുമ്പോ അത്രയൊക്കെ ഉണ്ടാവും. മൊട്ടക്കൊന്നും പാറയോ കഴിഞ്ഞു വരുമ്പോ അതൊക്കെ പോട്ടെ. നീ ഇപ്പൊ എന്നതാ പറഞ്ഞോണ്ട് വരുന്നേ? മുതലാളി, കൊച്ചിന് വയസ്സ് 10-17 ഇക്കൊല്ല അല്ലേ, അടുത്ത കൊല്ലം അവരെ കെട്ടിച്ചു വിടാനുള്ളതാ. പൊന്നുപോലെയാ എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത്. ഈ 4 ഏക്കർ മൊട്ടക്കൊന്നും കണ്ടോണ്ട് വരുന്ന കണ്ട ആപ്പൂപ്പയ്ക്കൊന്നും ഞാനെന്നെ മോളെ കൊടുക്കത്തില്ല. കൊടുക്കണമെന്ന് മുതലാളിയും പറയത്തില്ല, എനിക്കറിയാം. ആ ജനനദോഷം എവിടെ ഇരിക്കേണ്ട കുഞ്ഞാത്. ഈ മത്തായിയുടെ മോളായിട്ട് കഷ്ടപ്പെടാനാ അതിന്റെ വിധി. 6-7 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇവിടുന്ന് ഉണ്ടാക്കിയില്ലേ. മൂന്നാറിലുള്ള ഇവിടുത്തെ എസ്റ്റേറ്റ് ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി കൊടുത്താൽ അവനൊരു ജീവിതം കിട്ടും. ആരൊക്കെ ഇപ്പൊ ചെയ്ത കുട്ടപ്പായി അറിയും. അവൻ അറിയണ്ട, അറിയാൻ പാടില്ല. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ അറിയാതിരുന്നാൽ ഒക്കുമോ? ഒക്കും, ഒക്കണം. ആ അവളിപ്പോ സാരി ഉടുക്കാറായി കാണുമല്ലോ. കൊടുക്കാറായി. വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് വാങ്ങുണ്ടോ? കൊല്ലാകൊല്ലം ഇവിടുന്ന് നിൽക്കുന്നതല്ലേ അവൾ ഉടുക്കാറ്. ദേ 4-5 സാരി ഉണ്ട്, ഇതങ്ങ് കൊടുത്തേക്കൂ. പറ്റോ? തൽക്കാലം നീ പോ. ഞാൻ സ്കൂട്ടർ. ആഹാ, കുട്ടപ്പായി കോൾ അടിച്ചല്ലോ. അത് പിന്നെ ചീട്ടുകളി തുടങ്ങി പിടിച്ചുപറി വരെ എവിടെയോ അവൻ നേടും. ഇല്ലിക്കൽ റപ്പായുടെ മോനല്ലേ? ആ, എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കൂ. വർക്കേ, സംഗതി അതൊന്നും അല്ല കേട്ടോ. പണ്ട് ഇവിടത്തെ കുറെ അമ്മച്ചിമാര്, ക്രിസ്ത്യാനികളല്ല കേട്ടോ, വലിയൊരു കെട്ടുവള്ളത്തെ തിരുവനന്തപുരത്ത് പോയി ആറ്റുകാല പൊങ്കാല കാണാൻ. അങ്കവും കണ്ട് താലി കൊടുക്കുന്ന പോലെ പൊങ്കാലയും കണ്ട് വേറെ ചിലതൊക്കെ സാധിച്ചു. ഇതെന്തൊക്കെ പറഞ്ഞാലും അനന്തര തലമുറയുടെ മുഖത്ത് ഒരു രാജകലയുണ്ട് കേട്ടോ. കേട്ടോടാ രാമുണ്ണി, എന്തോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ പണ്ട് പോലെ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 500 തലമുറ പുറകോട്ടെടുത്താലും നമ്മുടെ ജാതി മതമൊക്കെ ഒന്നു തന്നെയാ, അല്ലേടാ? അതെ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സൂചി ഗോതമ്പും പാൽപ്പൊടിയും കിട്ടാൻ വേണ്ടി ഓശാനമാര് നടന്നവന്മാരൊക്കെ ഇന്നും മിടുക്കന്മാരായി പോയി. ഞാൻ നിർത്തി. എടാ പഠിക്കലേ, താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നു. എന്നാ ഒരു കാര്യം പറയട്ടെ. പാടോ. ഞാനേ നമ്മുടെ കൂട്ടുപുഴ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യാൻ പോവാ. പക്ഷെ അവിടെ വെള്ളം കിട്ടുകയില്ല. വഴിക്ക് വീതി കൂട്ടി കൊടുക്കാമെങ്കിൽ പൈപ്പ് ലൈൻ ഇട്ട് തരാമെന്നാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. വഴിക്ക് വീതി കൂട്ടിയ എനിക്ക് മാത്രമല്ല, തനിക്കുണ്ട് പ്രയോജനം. അങ്ങനെയാണോ? എങ്കിൽ കൂട്ടിക്കോ. ആ, പക്ഷേ ആ കലിങ്കിനടുത്തുള്ള വളവാ പ്രശ്നം. തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു 4-5 മരം വെട്ടി മാറ്റിയ ആ തേണി അങ്ങ് നേരെയാവും. പിന്നത്തെ കാര്യം ഞാൻ എന്തോ കേട്ടോടാ ഉണ്ണി, എന്റെ റബ്ബർ വെട്ടിയിട്ട് ഇല്ലിക്കൽ റപ്പായുടെ മോൻ നേട്ടം.
വെള്ളമില്ലെങ്കിൽ ബോർവെല്ലും ഉണ്ടാക്കണു. അതിനും സർക്കാരിന്റെ ഓസ് പിടിക്കാതെ. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും. ഞൊട്ടും. അതിനും ചുണയുള്ളവന്മാരൊന്നും ഇപ്പൊ ഈ നാട്ടിലിടൂ. പണ്ടൊരുത്തനുണ്ടായിരുന്നു, കന്നുകൂട്ടുകാരൻ ഇല്ലിക്കൽ പത്രോസ്. നമ്മുടെ ഇല്ലിക്കൽ റപ്പായർ തന്തേ. പത്രോസിന് 24 ഏരിയയുടെ പഴങ്ങഞ്ഞിയും 2 പച്ചമുളകും കൂടെ കൊടുത്താൽ അവൻ വിട്ടും. എന്ത് ചെയ്യാം, ചത്തുപോയി. ഇനിയിപ്പൊ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ ഏത് കുഴിമാടം? 59 വെള്ളപ്പൊക്കത്തിന് മുതല പിടിക്കില്ലായിരുന്നു അങ്ങനെ. എന്താണോ പറഞ്ഞേ? കുട്ടപ്പായോട് കളിച്ച് കളിച്ചെന്റെ തെപ്പിയെന്നായിരിക്കും തേണ്ടി. ഓടാ. എന്താ കുട്ടപ്പായത്? എന്തിനൊരു സമാധാനം? നീ വാ, ഞാൻ പറയുന്നത് കേൾക്ക്. വാടാ.